5. സാക്ഷ്യം പറയാനുള്ള ശക്തിയും വിശ്വാസത്തിലെ ധൈര്യവും. പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ നിറയുമ്പോൾ യേശുവിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക എന്നത് അസാധ്യമായി മാറും. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 യേശുവിൻ്റെ വാഗ്ദാനം രേഖപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. ആ ശക്തി സ്വാഭാവികമായ ധൈര്യമല്ല, അത് അമാനുഷികമായ ധൈര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പുള്ള പത്രോസിനെ നോക്കുക. ഭയം കാരണം അവൻ 3 തവണ യേശുവിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ പെന്തക്കോസ്തു നാളിൽ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം അതേ മനുഷ്യൻ ആയിരങ്ങളുടെ മുമ്പിൽ ക്രിസ്തുവിനെ പ്രഖ്യാപിച്ചു. ഭീരു ഒരു സാക്ഷിയായി മാറി, കാരണം പരിശുദ്ധാത്മാവ് അവനെ ധൈര്യപ്പെടുത്തി. ഈ ധൈര്യം അഹങ്കാരമല്ല, മറിച്ച് നിങ്ങളെ രക്ഷിച്ചവനെക്കുറിച്ച് മിണ്ടാതിരിക്കാൻ കഴിയാത്ത സ്നേഹമാണ്. വാക്കുകളിലൂടെ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലൂടെയും സാക്ഷ്യം പറയാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുക്കുന്നു. നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ എല്ലാം ഒരു സാക്ഷ്യമായി മാറുന്നു. ഭയമുള്ളിടത്ത് ധൈര്യം ഉയരുന്നത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവാണെന്ന് ഓർക്കുക.